ഇന്ത്യൻ പൗരന്മാരുമായിട്ടുള്ള ആദ്യ വിമാനം ടെഹ്റാനിൽ നിന്നും ഇന്ന് ദില്ലിയിലെത്തുകയാണ്. സ്വാതി സന്തോഷുണ്ട് ദില്ലിയിൽ നിന്നും. സ്വാതി, അത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള നീക്കം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ಆದರೆ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ രൂക്ഷമാവുന്ന പശ്ചാത്തലത്തിലാണ് ഇറാനിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച നടപടികൾ തുടരുന്നത്. ഇന്ന് ടെഹ്റാനിൽ നിന്ന് ക്വാമയിലേക്ക് ഏകദേശം ഒരു 600 വിദ്യാർത്ഥികളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. തലസ്ഥാനമായിട്ടുള്ള ഈ ടെഹ്റാനിൽ നിന്ന് 148 കിലോമീറ്റർ അകലെയാണ് ഈ ക്വാം എന്ന് പറയുന്ന നഗരം. മാത്രമല്ല വിവിധ വിദ്യാർത്ഥികളെ ഈ 1500 വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇറാനിലുള്ളത്. ഇവരിൽ ഭൂരിഭാഗം വരുന്നവരും കശ്മീരിൽ നിന്നുള്ളവരാണ്. ഇവരെയൊക്കെയും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അർമേനിയയിൽ നിന്ന്, അതായത് ഏകദേശം 200 പേരെ ഇതിനോടകം തന്നെ റോഡ് മാർഗം അർമേനിയയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വ്യോമാതിർത്തി അടച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ മാത്രമേ ഇവരെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നുള്ള വിവരമാണ് ലഭ്യമായത്. അതിന് പിന്നാലെയാണ് അർമേനിയയിൽ എത്തിച്ചിട്ടുള്ള 200 വരുന്ന വിദ്യാർത്ഥികളിൽ 110 വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘത്തെ ഇന്ന് ദില്ലിയിലേക്ക് പ്രത്യേക വിമാനത്തിൽ എത്തിക്കുമെന്നുള്ള വിവരം ലഭിക്കുന്നത്. ആദ്യ സംഘം ഇന്ന് എന്തായാലും ദില്ലിയിലേക്ക് എത്തുക എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുമെന്നും അത് ഇന്ത്യൻ എംബസി ടെഹ്റാനിൽ ഉള്ള ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ തന്നെ ഇതിന്റെ നടപടികൾ പുരോഗമിക്കുന്നതായാണ് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. എന്നാലും ആദ്യ സംഘം എത്തും. ഏകദേശം ഇറാനിലുള്ള വിദ്യാർത്ഥികളടക്കം ഏകദേശം 10,000-ഓളം പേരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ കഴിയുമെന്നും തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നത്. ആതിര. ശരി, വ്യക്തമാണ്. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.